ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പച്ച അമരയ്ക്ക. ഈ പച്ച അമരയ്ക്ക 250 ഗ്രാം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു പിഞ്ച് ഉപ്പിടുവാണ്. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റാം. ഇത് നല്ലവണ്ണം വഴണ്ടി വരുമ്പോൾ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റാം. നമുക്ക് നല്ലവണ്ണം വഴറ്റിയ ശേഷം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും അമരപ്പയറും അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. എളുപ്പത്തിന് വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അല്പം കറിവേപ്പിലയും 2 പച്ചമുളക് കൂടി ഇടാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ഇട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് 2 ടൊമാറ്റോ ഒന്ന് പേസ്റ്റാക്കാം. ഇത് ഗ്രേവിക്ക് വേണ്ടിയാണ്. ഇത് കറിയായിട്ടാണ് വെക്കുന്നത്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് ടൊമാറ്റോ പേസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഒരൽപ്പം ഉലുവായും അല്പം ജീരകവും നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ടിത് മൂന്നും കൂടെ വറുത്ത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് 2 ടീസ്പൂൺ മല്ലിയും, ഒരു ചെറിയ കഷ്ണം പട്ടയും, 1 ഏലക്കായും, ഒരു 4-5 ഗ്രാമ്പും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കാം. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് 1 പിടി കപ്പലണ്ടിയും കൂടെ വറുത്തെടുക്കുക. വറുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്ക് അരയ്ക്കാം. 1 പിടി കപ്പലണ്ടിയാണ്. ഈ കപ്പലണ്ടിയും കൂടെ നല്ലവണ്ണം ഒന്ന് വറുത്ത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം. ഒന്ന് അരഞ്ഞ് വരുമ്പോൾ പിന്നെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് പേസ്റ്റാക്കാം.
ഇപ്പോൾ ഒന്ന് പൊടിച്ചതാണ്. പൊടിച്ചിട്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് ഇതിലേക്ക് ഇത് അടച്ച് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് അല്പം വെള്ളം കൂടെ ഒഴിക്കാം. ഉണ്ട്, ഇപ്പം വെള്ളം ഒട്ടുമില്ല. ഇനി നമുക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിക്കാം. ഇപ്പം വേണ്ട അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഈ സമയത്ത് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തിളക്കുവിന് നമുക്ക് അപ്പോഴത്തേക്കിനൊരു പാൻ വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ച് അല്പം കടുക്, ഉള്ളി അരിഞ്ഞത്, 2 വറ്റൽമുളക് എല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഇത് ആഡ് ചെയ്യാം. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, അധികം ഗ്രേവി ഒന്നുമില്ല. നമുക്കെത്ര ഗ്രേവി വേണ്ടത് അതിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ അത് കടുക് വറുത്തത് ഒഴിക്കാം. ഇനി അല്പം മല്ലിയിലയും കൂടെ നമുക്ക് മുകളിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇത് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയോ പൂരിയോ ഇതിൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കാം. ഇത് വല്ലപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇങ്ങനൊന്നും ചെയ്യത്തില്ല. ഇത് തെലുങ്കനായിലാണ്. ട്രൈ ചെയ്യുക. ഗുഡ് ബൈ.